യൂട്യൂബിന്റെ അൽഗോരിതം ഒന്ന് മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ് മിക്ക കണ്ടന്റ് ക്രിയേറ്റേഴ്സും. കാരണം അൽഗോരിതം മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ നല്ല റീച്ച് ഉണ്ടാക്കാനായിട്ട് പറ്റും, ഇഷ്ടംപോലെ വ്യൂ കിട്ടും. പക്ഷെങ്കിൽ ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമാണ് യൂട്യൂബ് അൽഗോരിതം നമുക്ക് മനസ്സിലാക്കി എടുക്കാനേ പറ്റത്തില്ല. അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തുള്ള മാറ്റങ്ങളാണ് ഓരോ സമയങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ യൂട്യൂബ് അൽഗോരിതം മനസ്സിലാക്കി യൂട്യൂബിൽ നിന്ന് വ്യൂ ഉണ്ടാക്കാമെന്നല്ല, യൂട്യൂബിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റിലൂടെ നമുക്ക് ചില കാര്യങ്ങൾ നമ്മളുടെ ചാനലിന്റെ ഒരു പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിലൂടെ നമ്മുടെ ചാനലിലേക്ക് കൂടുതൽ വ്യൂ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓൾറെഡി ഈ ഒരു അപ്ഡേറ്റ് എല്ലാ ക്രിയേറ്റേഴ്സിനും കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് എൻ്റെ ചാനലുകളിലൊക്കെ തന്നെ ഈ ഒരു ഫീച്ചർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, യൂട്യൂബ് SEO മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണ്, ടൈറ്റിൽ, ടാഗ്, ഡിസ്ക്രിപ്ഷൻ, ഹാഷ്ടാഗ്, ഈ സംഭവങ്ങളൊക്കെ വെച്ചുകൊണ്ടായിരുന്നു നമ്മുടെ വീഡിയോ മുമ്പ് റാങ്ക് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പം ഇതിൽ ചില കാര്യങ്ങളൊക്കെ യൂട്യൂബ് ശ്രദ്ധിക്കുന്നേ ഇല്ല. അതായത് നമ്മൾ കൊടുക്കുന്ന ടാഗോ ഹാഷ്ടാഗോ ഒന്നും നമ്മുടെ വീഡിയോയുടെ SEO പെർഫോമൻസിൽ ഒരു രീതിയിലും ഒരു പങ്കും വഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിനായിട്ട് യൂട്യൂബ് നോക്കുന്നത് തമ്പനെയിലിന്റെ CTRഉം ടൈറ്റിലിന്റെ CTRഉം ഒക്കെയാണ്. നമ്മൾ കൊടുക്കുന്ന ടൈറ്റിലും തമ്പനെയിലും ഏത് രീതിയിലാണോ പെർഫോം ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ വീഡിയോയിലേക്ക് കൂടുതൽ വ്യൂ വരുന്നത്. അപ്പം ഓൾറെഡി യൂട്യൂബ് തമ്പനെയിലിൽ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിരുന്നു. ഒരേ സമയം നമുക്ക് ഒരു വീഡിയോയിൽ 3 തമ്പനെയിലുകൾ ആഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ആഡ് ചെയ്യുന്ന തമ്പനെയിൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്ന തമ്പനെയിൽ ഏതാണോ അത് നമുക്ക് നമ്മുടെ വീഡിയോയിൽ പെർമനന്റ് ആയിട്ട് സെറ്റ് ചെയ്യാനും അതിലൂടെ കൂടുതൽ റീച്ച് ഉള്ള തമ്പനെയിൽ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിൽ വെക്കാനായിട്ട് ഈ ഒരു അപ്ഡേറ്റിലൂടെ സാധിക്കുമായിരുന്നു. എന്നാൽ യൂട്യൂബ് വീഡിയോയുടെ ടൈറ്റിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ലായിരുന്നു, ഒറ്റ ടൈറ്റിലേ കൊടുക്കാൻ പറ്റത്തുള്ളായിരുന്നു. ഇപ്പൊ പുതിയ അപ്ഡേറ്റിലൂടെ നമുക്ക് 3 ടൈറ്റിൽസ് കൊടുക്കാം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു AB ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ടൈറ്റിലിന്റെ സെക്ഷനിൽ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ട്രൈ നൗയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ 3 തമ്പനെയിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ തെളിഞ്ഞു വരും. ഇവിടെ നിങ്ങൾക്ക് ഡിഫറെന്റ് ലാംഗ്വേജ് വേണമെങ്കിൽ കൊടുക്കാം, മലയാളമോ ഇംഗ്ലീഷോ എങ്ങനെ വേണമെങ്കിലും ഡിഫറെന്റ് ലാംഗ്വേജ് കൊടുക്കാം. അതിനുശേഷം ജസ്റ്റ് ഇവിടെ സാധാരണ നമ്മൾ വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന പോലെ പബ്ലിഷ് ചെയ്താൽ മതി. പബ്ലിഷ് ചെയ്തതിന് ശേഷം എങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കിട്ടുക എന്നുള്ളത് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയിൽ ഇതേപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള AB തമ്പനെയിൽ ടെസ്റ്റ് ചെയ്തിരുന്നു. അതിൽ വ്യൂ ടെസ്റ്റ് റിപ്പോർട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ വരും. സെക്കൻഡ് ഡേയിൽ തന്നെ നമുക്ക് ഇതിവിടെ കാണാൻ സാധിക്കും. ടെസ്റ്റ് റിപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഏത് ടൈറ്റിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഞാൻ ആദ്യം കൊടുത്തിരിക്കുന്ന ടൈറ്റിലിന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ സെക്കൻഡ്, തേർഡ് ഇവിടെ നമുക്ക് ഏതാണോ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്തിരിക്കുന്നത് അത് നമുക്ക് സെറ്റ് ദിസ് ഓപ്ഷൻ ഉള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പെർമനന്റ് ആയിട്ട് നമുക്ക് വീഡിയോയിൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. 14 ഡേയ്സിന് ശേഷമായിരിക്കും ഇതിന്റെ ഫുൾ ആയിട്ടുള്ള ഒരു ഡേറ്റ് കിട്ടുക. പക്ഷേ സെക്കൻഡ് ഡേ തൊട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഇതിന്റെ ഓരോ ദിവസത്തെയും അനലൈസ് ചെയ്തിട്ടുള്ള ഡേറ്റ് എന്താണെന്നുള്ളത്. അപ്പം കഴിഞ്ഞ ദിവസം കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന ചാനലിലാണ് ഈ ഡിഫറെന്റ് ആയിട്ടുള്ള ടൈറ്റിൽ ഇട്ടുകൊണ്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തത്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടു നോക്കിക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണത്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് പേഴ്സണലി എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ നമ്മുടെ ചാനലിന്റെ ആ ഒരു ടൈറ്റിൽ പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓരോ വീഡിയോകളുടെയും ടൈറ്റിലും അതേപോലെ തമ്പനെയിലും. അപ്പോൾ ഈ 2 കാര്യങ്ങളിലും യൂട്യൂബ് നല്ല 2 അപ്ഡേറ്റ്സ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളുള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുള്ള നിങ്ങളുടെ യൂട്യൂബ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതായിരിക്കും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതേപോലെ യൂട്യൂബുമായി ബന്ധപ്പെട്ട ഒരുപാട് അപ്ഡേറ്റുകളും ടിപ്സും ട്രിക്സും ഒക്കെ വീഡിയോകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ആദ്യം കിട്ടാനായിട്ട് ബെൽ ഐക്കണിലൂടെ ക്ലിക്ക് ചെയ്യുക. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.